ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി സഖാക്കന്മാരെ കൂട്ടിയുള്ള PR പരിപാടിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു എന്ന് വേണം. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് എന്ന ഈ പ്രോഗ്രാം ആദ്യമായി ക്യാബിനറ്റിൽ വെക്കുകയാണ് CPM-ന് വേണ്ടി. നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെ നടക്കും ഇതൊക്കെ? PR സ്റ്റണ്ട് മാത്രം മുഖമുദ്രാക്കിയ ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആ PR എക്സസൈസിലൂടെ അധികാരത്തിലെത്തുക എന്നുള്ള മറ്റൊരു അടവ് നയമാണ്. അദ്ദേഹത്തിന് ആരാണോ കിണറ്റിൽ ചാടാൻ പ്രേരിപ്പിച്ചത് അതിന് സമാനമായി അദ്ദേഹം പിണറായി വിജയനെ കൂടി ഇത്തരത്തിൽ വലിയ കുഴിയിൽ ചാടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മുൻപ് നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം PR എക്സസൈസ്, PR സ്റ്റണ്ട്. നമസ്കാരം. സംസ്ഥാന സർക്കാരിന് തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു. സർക്കാരിൻ്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സർവേക്ക് വേണ്ടി CPM പ്രവർത്തകരെ ഉപയോഗിച്ച് വീടുകൾ കയറി പരിപാടി നടത്തിയപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് നടത്തുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളി നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പാർട്ടിക്ക് വേണ്ടി PR നടത്താൻ സർക്കാരിൻ്റെ ഖജനാവല്ലല്ലോ ഉപയോഗിക്കേണ്ടത്, അത്രയേ എന്ന് കോടതിയും ചോദിച്ചുള്ളൂ. ഏതായാലും പൊതുഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് PR നടത്താനുള്ള ശ്രമത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊപ്പം ഈ സമയം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തൗഫിക് രാജൻ ചേരുകയാണ്. തൗഫിക്, സ്വാഗതം. നമസ്കാരം. ഈ നവകേരള സർവേ നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ബഡ്ജറ്റ് വകയിരുത്തലോ അല്ലെങ്കിൽ ധനകാര്യ അനുമതിയോ ഇല്ലാതെ എങ്ങനെ ഒരു സർവേ നടത്തുമെന്നാണ് കോടതി ചോദിക്കുന്നത്. കോടതിക്ക് കാര്യങ്ങൾ വ്യക്തമായി. KSU നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. KSUവിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. സർക്കാരിന് കനത്ത തിരിച്ചടിയല്ലേ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഒരു സംശയം വേണ്ട. അതായത് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി സഖാക്കന്മാരെ കൂട്ടിയുള്ള PR പരിപാടിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതിനെ വിലയിരുത്താൻ കഴിയുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള വാക്യം എന്നുള്ളത്. സത്യത്തിൽ വെറും ഒരു PR പരിപാടിക്ക് എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരൻ്റെ ക്ഷേമമോ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നും ലക്ഷ്യം വെച്ചുള്ളൊരു സർവേ അല്ല ഇവർ ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ ഇതിനു മുമ്പ് നടത്തിയ സാഹചര്യങ്ങളടക്കം നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് നവകേരള യാത്രയുമായി വന്നവർ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഗോള അയ്യപ്പ സംഘവുമായി വന്നവർ, ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റൊരു PR എക്സസൈസ് ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു, തടയിട്ടിരിക്കുന്നു. നവകേരള സർവേ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉപയോഗിച്ച, ചീഫ് ജസ്റ്റിസ് ഉപയോഗിച്ച വിധി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഉപയോഗിച്ചത് നിയമവിരുദ്ധം എന്ന ഒറ്റ വാക്കാണ്. അത് വളരെ ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നതെന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന്. 2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ 80 ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങുക, വിവരശേഖരണം നടത്തുക, അങ്ങനെയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നതിന് വേണ്ടിയാണ്. കോളേജ് വിദ്യാർത്ഥികളെ സർവേക്ക് ഉപയോഗിക്കാനും ഉത്തരവ് ഇറക്കിയിരുന്നു. പദ്ധതിക്കായി ഒരു പോർട്ടൽ തയ്യാറാക്കി. പോർട്ടലാണ് ഇവിടെ ശ്രദ്ധേയമായത്. ആ പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ വോളണ്ടിയർമാരോട് ആവശ്യപ്പെട്ടു. ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചത് CPM പ്രവർത്തകരെ തന്നെയല്ലേ? അപ്പോൾ തന്നെ വ്യക്തമല്ലേ അതൊരു പാർട്ടി പരിപാടിയാണെന്ന്? ഈ ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ അടക്കം പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പാർട്ടി റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് പാർട്ടി സഖാക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് വേണ്ടി ഒരു സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അക്കാര്യത്തിൽ ഈ 20 കോടി രൂപ ഇതിനായി വകയിരുത്തി 20 കോടി രൂപ നൽകേണ്ടതില്ല, നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയത്. ഞാൻ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്താണ് ഇത്തരത്തിലൊരു സർവേ, നവകേരള സർവേ നടത്തേണ്ട ആവശ്യകത നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ കേരള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷൻ എല്ലാ വർഷവും ഇയർലി അത്തരത്തിലൊരു ഡേറ്റ ഇത് സംബന്ധിച്ച് നൽകുന്നൊരു സാഹചര്യമുണ്ട്. അതായത് കേരളത്തിലെ ക്ഷേമകാര്യങ്ങളെ പറ്റി അടക്കം കേരള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രതിവർഷ സർവേ എല്ലാ വർഷവും നൽകുന്ന സർവേ ഉണ്ട്. ആ സർവേ റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ഇനി മായോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ സർവേ നടത്തിയാണ് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായവാദം. അത് ന്യായവാദത്തിന് വേണ്ടി ശരിവെച്ചാൽ അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇവരുടെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഈ കേരള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രതിവർഷം എല്ലാ വർഷവും നടത്തുന്ന സർവേ ഡീറ്റെയിൽ ഇവരുടെ കയ്യിലിരിക്കുന്നു. ഇവർ അതിദരിദ്രരില്ല എന്ന് കേരളത്തിലെ മറ്റൊരു PR പരിപാടിയാണ്. അതിനുവേണ്ടി ഇവർ ഒരു സർവേ നടത്തി എന്ന് പറയപ്പെടുന്നു. ആ സർവേ അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല, നിയമസഭയ്ക്കകത്തും പുറത്തും. അത്തരത്തിലൊരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ കൈവശമുണ്ട്.
പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു 20 കോടി രൂപ മുടക്കി ഒരു സർവേ നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം പടിവാതിക്കൽ നിൽക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന, കേരളത്തിന് ഭാവി വിലയിരുത്തുന്ന, ഒരു പുതിയ യുഗം വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കേരളത്തിലെ ജനങ്ങൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 9.25 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരോട് കടക്ക് പുറത്ത് എന്ന കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മുഹൂർത്തം സമാഗതമാവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഏതാനും മാസക്കാലം മാത്രം ശേഷിക്കെ ഈ 80 ലക്ഷം വീടുകളിൽ ഇത്തരത്തിൽ സഖാക്കന്മാർ കടന്നു ചെല്ലുന്നത് എന്ത് ആക്ടിവിറ്റി നടപ്പാക്കാനാണ്, എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുമാണ് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനു വേണ്ടിയാണ് സർവേ നടത്തേണ്ട ആവശ്യകത ഉണ്ടായെന്നുള്ളത്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഈ സർവേക്കായി വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്ത കാര്യമാണ്. അതിലാകെ ഇവിടെ മായ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിലാകെ അവ്യക്തത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരാ? അവർ ഉദ്ദേശിച്ചത് CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളും LDF അനുഭാവികളായിട്ടുള്ള ആളുകളെയുമാണ് അവർ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സർക്കാർ ഫണ്ടിൽ ഇത്തരത്തിൽ അവർക്കൊരു തെരഞ്ഞെടുപ്പ് പരിപാടി ഈസിയായി നടപ്പാക്കുക, ഇല്ലെങ്കിൽ ഒരു ചെലവില്ലാതെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ചെലവഴിക്കാതെ സർക്കാർ ഖജനാവിൽ നിന്ന് ഞാനും മായും അടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന തുക ഉപയോഗിച്ച്, ടാക്സ് ഉപയോഗിച്ച സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് തങ്ങളുടെ പാർട്ടി പരിപാടി നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതിന് ശരിവെക്കുന്ന ഒരു ഉദാഹരണം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിലൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മാസക്കാലം മുമ്പ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള സർവേക്ക്, ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരെ ഇല്ലെങ്കിൽ LDF അനുഭാവികളെ ഇതിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി നൽകിയ കത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലിരിക്കുകയാണ്. അത് രണ്ടാമത്തെ കാര്യമായി വെക്കാം. മൂന്നാമത്തെ കാര്യം, ഈ ഫണ്ട് വിനിയോഗിക്കുന്ന രീതി. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. 20 കോടി രൂപ, ഒന്നും രണ്ടുമല്ല, 20 കോടി രൂപ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി, ഇവിടെ മുൻപ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബജറ്റ് വകയിരുത്തൽ ഉണ്ടായിട്ടില്ല, ധനകാര്യ അനുമതിയില്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 20 കോടി രൂപ നമ്മൾ വകയിരുത്തണം, ചിലവാക്കണം എന്നുള്ള സാഹചര്യമുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമുണ്ടെങ്കിൽ ഈ രണ്ട് അനുമതികൾ സുപ്രധാനമാണ്. ഒന്നുകിൽ ബജറ്റ് വകയിരുത്തണം. നവകേരള സർവേക്കായി 20 കോടി രൂപ വകയിരുത്തി. ബജറ്റിൽ നമ്മൾ പ്രഖ്യാപനം കേട്ടില്ലല്ലോ, അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, ധനകാര്യ അനുമതി, ധനകാര്യ വകുപ്പ് ഇത്തരത്തിലുള്ള സർവേക്ക് 20 കോടി രൂപ മുതൽ മുടക്കി സർക്കാർ ഖജനാവിൽ നിന്ന് പാർട്ടി CPMൻ്റെ AKG സെൻറ്ററിൽ നിന്ന് നൽകുന്ന തുക ഉപയോഗിച്ചല്ല ഈ സർവേ നടത്തുന്നത്. CPM ഇവിടെ നമ്മുടെ നികേഷ് കുമാറിൻ്റെ സർവേ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ സർവേയാണ്. സർക്കാർ ഖജനാവിൽ നിന്നാണ് 1 രൂപയെങ്കിൽ ആ 1 രൂപ വിനിയോഗിക്കുന്ന സാഹചര്യം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വേണം. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയില്ല, ബജറ്റ് വകയിരുത്തലുണ്ടായിട്ടില്ല, നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖാക്കന്മാരെ കുത്തിനിറച്ചുള്ള PR എക്സസൈസ് പരിപാടിയാണ്. ഒരു പാർട്ടി പരിപാടിയാകുമ്പോൾ അത് നിയമസഭയിൽ വെക്കാൻ പറ്റില്ലല്ലോ. തൗഫിക്ക്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് LDF പ്രകടന പത്രിക തയ്യാറാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ പണം ചെലവഴിക്കുക, അതാണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ലേ? സംശയം എന്താ അതിന്? അതായത് ഇവർ ഇടത് മാനിഫെസ്റ്റോ, അതായത് സർക്കാർ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ഇടത് മാനിഫെസ്റ്റോ തയ്യാറായി, അതായത് സർക്കാർ എന്തായാലും മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ പറ്റില്ല. ഇടത് മാനിഫെസ്റ്റോ ആണല്ലോ ഇവർ തയ്യാറാക്കാൻ ഏതായാലും ഉദ്ദേശിക്കുന്നത്. സർക്കാർ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ റൈറ്റില്ല. അപ്പോൾ ഇടത് മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ വേണ്ടി 20 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും മുടക്കുന്നത്, ഇല്ലെങ്കിൽ ഡോർ ടു ഡോർ പരിപാടി നടത്തുന്നത് എന്തർത്ഥത്തിലാണ്? ഇത് ഡോർ ടു ഡോർ സർവേക്ക് അപ്പുറത്തേക്ക് ഇത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്, പാർട്ടി ക്യാമ്പയിനാണ് എന്ന് വേണം വിലയിരുത്താൻ. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷക്കാലം മുൻപ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 9.25 വർഷക്കാലമായി എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ സമസ്ത മേഖലകളും തച്ചു തകർത്ത് ജനവിരുദ്ധ നയങ്ങളും ജനവിരുദ്ധ സമീപനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണങ്ങളടക്കം വിറ്റ് തൊലച്ച് കട്ടുമുടിച്ച് കോടികൾ ലാഭം കൊയ്ത് CPMൻ്റെ സഖാക്കന്മാർ അഴിക്കുള്ളിൽ ദിവസങ്ങൾ എണ്ണി തീർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പ്രീണനവും മാറി മാറി പ്രയോഗിച്ച് പരാജയപ്പെട്ട ഒരു പാർട്ടിക്ക്, അവരുടെ മുന്നണിക്ക്, കാരണഭൂതന് എങ്ങനെയെങ്കിലും പിണറായി 3.0 യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്വീകരിച്ച വളഞ്ഞ വഴിയുടെ മറ്റൊരു അധ്യായമാണ് ഈ നവകേരള സർവേ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല. ഏതായാലും ആ സർവേ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. വളരെ കൃത്യമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ അടക്കം കേരളം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ PR സ്റ്റണ്ട് മാത്രം മുഖമുദ്രാക്കിയ ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആ PR എക്സസൈസിലൂടെ അധികാരത്തിലെത്തുക എന്നുള്ള മറ്റൊരു അടവ് നയമാണ്
ഇടത് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നവകേരള സർവേയെക്കുറിച്ച് ഹർജി വന്നപ്പോൾ, പരാതി വന്നപ്പോൾ, കോടതിക്ക് മുന്നിൽ എത്തിയപ്പോൾ കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. നേരത്തെ തന്നെ സർവേക്ക് ഫണ്ട് നൽകുന്നതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അങ്ങനൊരു വ്യക്തത വരുത്താൻ സർക്കാരിനായില്ല. സർക്കാർ ഈ ചെയ്തത് സർക്കാരിന് വേണ്ടിയല്ല, അത് സർക്കാരിൻ്റെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു, ഇടതുപക്ഷത്തിന് വേണ്ടിയായിരുന്നു, CPM വേണ്ടിയായിരുന്നു. അതല്ലേ ഇന്നിപ്പോൾ കോടതിയുടെ ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമായത്. സംശയം അത്തരത്തിൽ വളരെ കൃത്യമാണല്ലോ. ഇത് ഇവർക്ക് വേണ്ടി, അതായത് അവർ മറ്റൊരു PR സ്റ്റണ്ട് നടത്തി എന്നുള്ള സാഹചര്യമാണ്. ഇനി സർക്കാർ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേട്ടത് സംബന്ധിച്ച് AG ആണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഹാജരായി ഇത് മറ്റേ വൈറ്റ് വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ സർവേയെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. AG പറഞ്ഞ വാദങ്ങളൊന്നും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചില്ല, പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട കോടതിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായി. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഈ പൊതു താൽപ്പര്യ ഹർജിയിൽ ശ്രീ അലോഷ്യസ് സേവ്യർ അടക്കം KSU സംസ്ഥാന പ്രസിഡന്റ് അടക്കം നൽകിയ ഈ പൊതു താൽപ്പര്യ ഹർജിയിൽ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ സർക്കാർ വാദങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ദുർബലമാണ്. ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ ഒന്നടക്കം, ഞാൻ മുൻപ് ഇനി ആവർത്തിക്കുന്നില്ല, മുൻപ് നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം PR എക്സസൈസ്, PR സ്റ്റണ്ട്. ഇതിനപ്പുറത്തേക്ക് സാധാരണക്കാരന് പ്രായോഗികമായ, സാധാരണക്കാരന് ഗുണകരമായ ഒന്നും ഇവർ വിഭാവനം ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർ ഏറ്റവും ഒടുവിൽ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതടക്കം നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. എന്താണ് പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ അത് പ്രായോഗികമായി ഒന്നും നടപ്പാക്കേണ്ടി വരില്ല എന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ വോട്ട് ഓൺ ബഡ്ജറ്റ്, അത് പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് പ്രായോഗികത ഒട്ടുമില്ലാത്ത ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ബഡ്ജറ്റിൽ പോലും ഇത് സംബന്ധിച്ചുള്ള തുക വകയിരുത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരുടെ വളഞ്ഞ വഴി കേരളം പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ പദ്ധതികളോ ജനക്ഷേമപരമായ കാര്യങ്ങളോ ഒക്കെ അത് ക്യാബിനറ്റിൽ വെക്കുക പതിവാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ സർവേ ഉണ്ടല്ലോ, നവകേരള സർവേ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ വർഷം, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2025 ഒക്ടോബർ 29 തന്നെയാണ്, അന്നത്തെ ക്യാബിനറ്റിൽ ഇത് വെച്ചിട്ടുണ്ട്. ഈ ക്യാബിനറ്റിൽ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് CPM ഒരു പരിപാടിയാണ്. ഇതാണ് ക്യാബിനറ്റിൽ വെക്കുന്നത്, സർക്കാരിൻ്റെ ക്യാബിനറ്റിൽ വെക്കുന്നത്. എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? നവകേരള സിറ്റിസൻസ് റെസ്പോൺസ് എന്ന ഈ പ്രോഗ്രാം ആദ്യമായി ക്യാബിനറ്റിൽ വെക്കുകയാണ് CPM വേണ്ടി. നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെ നടക്കും ഇതൊക്കെ? അതാണ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഇവർക്ക് എങ്ങനെയെങ്കിലും പിണറായി 3.0 യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊരു പ്രായോഗികതയും അവരുടെ മുന്നിൽ മറ്റൊരു ലക്ഷ്യമില്ല. ഇവിടെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടില്ല, സാധാരണക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളില്ല. ഇവിടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 11 മാസക്കാലമായി രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ പൊതുവിതരണ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, പൊതുവിദ്യാഭ്യാസ മേഖലയിലാകട്ടെ സമാനതകളില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. +2 പഠനത്തിന് ശേഷം ഒരു വിദ്യാർത്ഥിയും കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത തരത്തിൽ കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച് സർക്കാരിന് ആശങ്കയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ സാധാരണക്കാരൻ വിലക്കയറ്റം മൂലം നമ്മുടെയൊക്കെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുമ്പോൾ സർക്കാരിന് ആശങ്കയില്ല. അതിനോടൊപ്പം തന്നെ ഇവിടെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ സർജറിക്ക് പോയാൽ ഏതെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ സൂചിയും നൂലും കൂടി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സമസ്ത മേഖലകൾ, ഇവിടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളടക്കം തലസ്ഥാന നഗരിയിൽ നമ്മൾ കണ്ടതാണ്. SFIക്കാർക്ക് പോലും ഈ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ സമസ്ത മേഖലകളും തച്ചു തകർത്ത് മുന്നോട്ട് പോകുന്ന സർക്കാരിന് ഈ PR എക്സസൈസ് ഇല്ലാതെ മറ്റൊരു മാർഗം അവർക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് തൗഫീഖ്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ കേട്ടത് സംസ്ഥാന വ്യാപകമായി ആരംഭം കുറിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് പരിപാടി, അങ്ങനെ ഒന്നും വന്നിട്ടുണ്ട്. അതും സർക്കാരിൻ്റെ ഇതേ മാതൃകയിലുള്ള മറ്റൊരു PR പ്രവർത്തനമാണ്. സംശയമില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി, അതിൻ്റെ ചോദ്യങ്ങളടക്കം ഇവിടെ മായ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂട്ടിയാലും ഗുണിച്ചാലും കിഴിച്ചാലും ഉത്തരം പിണറായി വിജയൻ, അല്ലെങ്കിൽ CPM, അല്ലെങ്കിൽ LDF സർക്കാർ, പിണറായി സർക്കാർ എന്നാണ്. അതിൻ്റെ ഏത് തരത്തിൽ കൂട്ടിയാലും ഗുണിച്ചാലും ഹരിച്ചാലും ഒക്കെ എത്തിച്ചേരുന്ന, ഇല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എത്ര ചിന്തിച്ചാലും അതിന് എത്തിച്ചേരുന്ന ഉത്തരം എന്ന് പറയുന്നത് പിണറായി വിജയൻ, ഇല്ലെങ്കിൽ LDF സർക്കാർ, രണ്ടാം LDF സർക്കാർ, ഇല്ലെങ്കിൽ ഒന്നാം LDF സർക്കാർ എന്നുള്ളതാണ്.
അപ്പോൾ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും മെച്ചം കൊണ്ടാണോ, ഇല്ലെങ്കിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടൊന്നും അല്ലല്ലോ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി അല്ലെങ്കിൽ CM ട്രോഫി നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. PR എക്സസൈസ് മാത്രമാണ് ഈ സർക്കാരിൻ്റെ മുൻഗണന എന്ന് നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട് തൗഫീഖ്, അവിടെ ഈ PR വർക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന് മേൽനോട്ടം വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ്. സംശയം അതിനകത്ത് മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ടാണ്. ഒപ്പം AKG സെൻറ്ററിൽ നിന്ന് ഒരു വലിയ കിണറ്റിൽ ചാടിയ ഒരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. അഴീക്കോട് കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ അപ്പോൾ CPMൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലാണ് ഇതൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. അദ്ദേഹത്തിന് ആരാണോ കിണറ്റിൽ ചാടാൻ പ്രേരിപ്പിച്ചത് അതിന് സമാനമായി അദ്ദേഹം പിണറായി വിജയനെ കൂടി ഇത്തരത്തിൽ വലിയ കുഴിയിൽ ചാടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വളരെ നന്ദി തൗഫീഖ്, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ 20 കോടി രൂപ സർക്കാർ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വിഭാവനം ചെയ്ത സർവേ, നവകേരള സർവേക്ക് ഹൈക്കോടതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. പൊതുഖജനാവിൻ്റെ ദുർവിനിയോഗവും നിയമവിരുദ്ധമായി ഭരിക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വേണ്ട എന്നാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന നിരീക്ഷണം. വളരെ നന്ദി തൗഫീഖ്.